നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പത്തിന് അഭി ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നവ്യെ കാണുന്നത്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പത്തിന് നവ്യക്ക് സഹിച്ചില്ല. നവ്യ എന്നിട്ട് പറഞ്ഞു, എന്റെ അഭി, ഇവിടെ നമ്മൾ വെറുതെ താമസിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇത്രയും വലിയ തെറ്റ് ചെയ്ത ആദർശാണ്ട് ഇവിടെ കൂളായിട്ട് നടക്കുന്നു. എന്നിട്ടോ നിന്റെ കാരണത്തല്ലേ മുത്തശ്ശൻ തല്ലിയെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടിഞ്ഞപ്പോ അഭി പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ എന്തൊക്കെ ആരൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ അവസാനം എനിക്കിട്ടാ തല്ലി കിട്ടുന്നുള്ളത്. ഇപ്പൊ കണ്ടില്ലേ, ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കിട്ട് തല്ലിയത്. പക്ഷെ അതിനേക്കാളും വലിയ തെറ്റ് ചെയ്ത് ഇവിടെ ആദർശാണ് ഒരു കുഴപ്പമില്ല. ഇവിടെ മുത്തശ്ശന് രണ്ട് നീതിയാണ്. ഇരട്ടത്താപ്പ് നയോ എന്ന് പറയണം. അത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, എനിക്കും അതൊക്കെ തോന്നുന്നുണ്ട് അബി. അല്ലായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കും അദ്ദേഹം. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ആദർശാണ്ടായിരുന്നു ആദ്യം ഇവിടുന്ന് പുറത്താക്കേണ്ടിയിരുന്നേ. പക്ഷേങ്കില് പകരം ഇവിടെ എന്താ സംഭവിച്ചേ? അബിയുടെ കാരണത്തല്ലേ തല്ലിയെന്ന് ചോദിക്കാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അഭി പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു, അല്ലാതെ ദുരുദ്ദേശത്തോടു കൂടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ആദർശേട്ടൻ എന്നെ ആ കമ്പനിയുടെ GM സ്ഥാനത്ത് ഒന്ന് ഇറക്കണം. അതിനു വേണ്ടി ആദർശേട്ടൻ കണ്ടെത്തുന്ന ഓരോ തന്ത്രങ്ങളാണ് നവ്യ എന്ന് പറയാ. നവ്യ പറഞ്ഞു, എനിക്കും അത് തോന്നുന്നുണ്ട് അഭി. ഇപ്പം മുമ്പത്തെ പോലെ ഒന്നുമല്ല. മുമ്പായിരുന്നെങ്കിൽ എനിക്ക് ആദർശേട്ടനെ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമുക്കൊരു നല്ല കാലം ഉണ്ടാകുന്ന ആദർശേട്ടൻ ഒട്ടും ഞങ്ങൾ പിടിക്കില്ല. ആദർശേട്ടൻ അസൂയ. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ തന്നെ ഇത്രയും കാലം മറച്ചു വെച്ച ആ ചന്തു എന്ന് പറഞ്ഞ പെങ്കൊച്ചിനെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അബിക്കും എനിക്കൊരു കുഞ്ഞുണ്ടാകുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഇപ്പൊ എനിക്ക് ആ കാര്യത്തിൽ പോലും എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു, എന്തായാലും ആ കാര്യത്തിൽ നീ സംശയിക്കണ്ട. അത് ആദർശന്റെ കുട്ടി തന്നെയാന്ന് പറയണം. എന്നാലും എന്തൊരു കള്ളനായിട്ടാ എൻ്റെ അഭി ഇത്രയും നാളും മറച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് ഈ സമയത്ത് കൂട്ടിക്കൊണ്ട് വന്നേ. ഒരുപക്ഷെ നമ്മുടെ മോന് സ്ഥാനം കൂടുതൽ കിട്ടിയാലോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും എന്ന് പറയണം. അഭി പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ഇവിടുത്തെ കള്ളത്തരങ്ങളും ചതിയൊക്കെ. ഞാൻ പറയുമ്പോൾ നിനക്കെന്നെ വിശ്വാസം ഇല്ലായിരുന്നല്ലോ. അത് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് അഭി. ഞാൻ ഇത്രയ്ക്കൊന്നും വിചാരിച്ചില്ല എന്ന് പറയണം. ആ സമയം അയനെ പോയി ആദർശിനെ ഫോൺ ചെയ്യുവാണ്. ആദർശിനെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആദർശനോട് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. അബിയുടെ കർണം തീർത്ത് മുത്തശ്ശനൊന്നും കൊടുത്ത കാര്യമല്ല. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ആദർശ് പറഞ്ഞു, അത് അവനായിട്ട് കിട്ടേണ്ട തന്നെയാന്ന് പറയണം. അത് ശരിയാ ആദർശേട്ടാ, അത് മുമ്പേ കൊടുക്കണ്ടായിരുന്നു മുത്തശ്ശന്. പക്ഷെ ഇത്തിരി താമസിച്ചു പോയെന്ന് മാത്രം എനിക്ക് ഒരു സംശയമുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയണം. എന്ന് പറഞ്ഞാലോ, അവനെ നമുക്ക് തളയ്ക്കേണ്ടി വന്ന്. കാരണം അവന് ഇനിയും നമ്മളിങ്ങനെ കയറൂരി വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൻ വീണ്ടും ജോലിയിലെ കൃത്രിമത്വം കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആദ്യം ആ സ്വർണ്ണാഭരണങ്ങള് കൊണ്ടുവന്ന്, അല്ല കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് സ്വർണ്ണമാക്കി മാറ്റി ആ ഒരു ഇതില് അവന് പങ്കുണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോഴാണ് അവന് അടുത്ത തിരിമറിയും കൂടെ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മേലധികാരിയെ നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ കള്ളത്തരം വല്ലതും അറിയുമോ? അവൻ ആ കമ്പനിയും കൂടെ അങ്ങനെ കുട്ടിച്ചോറാക്കില്ലാരും ചോദിക്കും. അത് കേട്ടിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, എനിക്ക് അവന്റെ സ്വഭാവം കുഞ്ഞുനാളിലെ പോലെ അറിയാവുന്നല്ലേ നയനെ. അതുകൊണ്ടാണ് ഞാനതിനൊക്കെ ഒരു മേൽനോട്ടം ഏൽക്കാനെ ഏൽപ്പിച്ച ഒരാളെ കൊണ്ട്. പക്ഷേങ്കിൽ അവൻ ഇത്ര പെട്ടെന്ന് ഇത്രയും കള്ളത്തരം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല, നമ്മളത് കണ്ടുപിടിച്ച് മുത്തശ്ശനോട് പറയുന്നു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ നയന് പറഞ്ഞു, അത് ശരിയാ ആദർശേട്ടാ. ആദർശേട്ടൻ ഇങ്ങോട്ട് വാ, നമുക്ക് അവനോടൊന്ന് സംസാരിക്കണം. ഇതെന്താണ്, ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ആദർശനെ കുറ്റക്കാരനെ ആക്കിക്കൊണ്ട് അവൻ അങ്ങനെ നല്ല പിള്ളി ആവാനുള്ള ശ്രമത്തില. അതൊരു കാരണവശാലും അനുവദിച്ചു കൂടെന്ന് പറയണം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ നയനെ ആരാന്ന് അവൻ അറിയാനായിട്ട് പോകുന്നുള്ളൂ. ഇത്രയും കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയത്. പക്ഷെ ഇനി അതങ്ങനെ ഉണ്ടാകത്തില്ല. അവന്റെ സ്വന്തം കുഞ്ഞ ചന്തുമോള്, എന്നിട്ട് പോലും ആ ചന്തുമോളെ സ്കൂളിൽ ചേർക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഇതേ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മളല്ലേ. അവൻ എന്നിട്ടൊരു ഇറ്റ സ്നേഹം ആ കുഞ്ഞിനോടുണ്ടോ? ഒന്ന് മറിഞ്ഞിരുന്നാണെങ്കിൽ പോലും അവൻ ആ കുഞ്ഞിനെ മുഖം ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. അവന് ആ കുഞ്ഞിനെ ഒട്ടും കാര്യമില്ല, സ്നേഹവും ഇല്ല. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അവൻ ശ്രമിക്കുള്ളൂ. ഇനി അവന്റെ കുഞ്ഞാന്ന് നമ്മളെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, അത് ശരി തന്നെയാ, നീ സമാധാനമായിട്ടിരിക്കുക, നമുക്ക് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നൊക്കെ പറയാണ്. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശനും കൂടെ സംസാരിക്കുമ്പോഴത്തേനും ദേവേനെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് ദേവേന പറഞ്ഞു, ഇന്നെന്താണെങ്കിലും അച്ഛൻ ചെയ്തൊരു നല്ല കാര്യമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞു, ഇത് ഞാൻ നേരത്തെ കൊടുക്കണ്ടായിരുന്നു. നേരത്തെ കൊടുത്തിട്ടും കാര്യമില്ല. അവന്റെ കർണത്ത് തല്ലിയിട്ട് ഒരു പ്രയോജനമില്ല ദേവേനി. നന്നാവുന്നവന്റെ കർണത്ത് തല്ലിയിട്ടല്ലേ കാര്യമുള്ളെന്ന് ചോദിക്കണം. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ. അല്ലെങ്കിൽ അവൻ ജ്വല്ലറി കയറിയ ഉടനെ ഇങ്ങനെ ഒരു തിരിമറയും കാര്യങ്ങളൊക്കെ നടത്തുവോ? അവനെ കൊണ്ട് അതിനൊക്കെ സാധിക്കുള്ളൂ എന്ന് പറയണം. അത് കേട്ട് മുത്തശ്ശൻ പറഞ്ഞു, ഒരു തവണയല്ല ഇപ്പൊ അവനിങ്ങനെ തെറ്റുകൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഓരോ തവണ ക്ഷമിച്ചു വിടുന്തോറും അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി അവൻ ജ്വല്ലറിയിലേക്ക് പോലും കയറണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. അവൻ ജ്വല്ലറിക്ക് പോകുന്ന എന്ത് കാണാനായിട്ടാ? പോകാതിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത്ര സമാധാനം ഉണ്ടെന്ന് പറയണം.
ദേവേനെ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കിൽ ജലജയെ ഓർത്തിട്ട് മാത്ര ജലജ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ട മുത്തച്ഛൻ പറഞ്ഞു അവൾ എന്തിനാ കുത്തി കുത്തി പറയണം, അവന് നന്നാക്കാനായിട്ട് അവൾ ആദ്യം ശ്രമിക്കട്ടെ. പകരം അവന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചു വെക്കുന്നതല്ല അവൾ ഒറ്റ ഒരുത്തിയാണ്. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മാറ്റും മാറി നിന്ന് ചിരിക്കും. അവസാനം അവന് നല്ലത് കിട്ടുകയും ചെയ്യുമെന്ന് പറയാണ്. ദേവേന് പറഞ്ഞു അബയെ നമ്മൾ തല്ലി നേരെയാക്കാൻ നോക്കിട്ടോ ചീത്ത പറഞ്ഞിട്ടോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാന്ന് പറയാം. അങ്ങനെ കാര്യമില്ലെങ്കിൽ അവൻ വീട്ടിൽ ഇരുന്നോട്ടെ, അവൻ ജോലിക്ക് പോകണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല ഇവിടെ. അവന് 3 നേരം ആഹാരം കിട്ടിയാൽ പോരെ, അവന്റെ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ പോരെ. അല്ലാതെ ഇങ്ങനെ ദൂരത്തിനടിക്കാനായിട്ട് വേറെ എന്തിനും പൈസ വേണമെങ്കിൽ അതിന് അവന് സ്വന്തമായിട്ട് സമ്പാദിച്ചുണ്ടാക്കണം. ഇനിയിപ്പം മൂർത്തി ജ്വല്ലറി ഞാൻ വേണമെന്ന് എനിക്കൊരു നിർബന്ധം ഇല്ലാന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അബി ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനിലിരിക്കുകയാണ്. അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വിഷം കുത്തി നിറയ്ക്കാനായിട്ട് അനാമിക വരുന്നത്. അനാമിക്ക് എവിടെയെങ്കിലും പിടിച്ചു നിൽപ്പ് വേണം. ഇപ്പോഴാണെങ്കിൽ അനിയെ പഴയതുപോലെ ഒന്നും കിട്ടുന്നുമില്ല ചീത്ത പറയാനായിട്ട്. നന്ദു വന്നുകൊണ്ട് ഇപ്പൊ അനി എപ്പോൾ നോക്കിയാലും ബിസ് തന്നെയാണ്. നന്ദുവിനെ കാണാൻ ഒരു അവസരം കിട്ടിയിട്ട് കാണാനോ ഓർത്തുകൊണ്ടാണ് അനി പിന്നാലെ പോകുന്നത്. ആ സമയം അബിയുടെ അടുത്തേക്ക് അനാമിക വന്നിട്ട് പറഞ്ഞു എന്നാലും ഇതെന്തൊക്കെ അബിയേട്ടാ നടക്കണമെന്ന് നിൽക്കും. എന്താ അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ശരിക്കും തെറ്റ് ചെയ്തേ ആദർശാണല്ലേ, ആദർശാന്റെ മോളല്ലേ ചന്തുമോള്. എന്നിട്ട് എന്തിനാ അബിയേട്ട മുത്തശ്ശൻ തല്ലിയെന്ന് ചോദിക്കുക. അത് പിന്നെ അനാമിക ഇവിടെ ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കുന്ന ഇവിടുത്തെ മുത്തശ്ശനാന്ന് പറയാ. ആ രീതി തന്നെ ഇവിടെ നിന്ന് ആദ്യം മാറ്റണം. ആദർശാണ് അത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ തെറ്റ് ചെയ്ത അബിയേട്ടനല്ലേ എല്ലാവരും കുറ്റപ്പെടുത്തിയെന്ന് ചോദിക്കുക. അതെ അങ്ങനെ വന്ന എന്തുകൊണ്ടാണെന്നറിയോ, ഇവിടെ ആദർശേട്ടനും ആ നയനെന്ന് പറയുന്നവർക്കും അത്രമാത്രം പിടിയുള്ളതുകൊണ്ടാണ്. അവരിവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എല്ലാത്തിനും മനസ്സിലേക്ക് വിഷം കുത്തിയറിക്കുന്ന ആരെന്നറിയോ, ആ നയനെന്ന് പറയുന്നവളാ. കാര്യം പറഞ്ഞാൽ അബിയേട്ടൻ്റെ ഭാര്യയുടെ അനിയത്തിയൊക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ അവൾ കാരണമാണ് ഈ കുടുംബത്തിൽ മുക്കാൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവളെ ആ ചന്തുമോളെയൊക്കെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു സമാധാനം ഉണ്ടാവും. ഈ വീട് നമുക്ക് ശുദ്ധീകരിച്ചും ചെയ്യാമെന്നും പറയാണ്. അബി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ അബിയേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ, ശരിയായിട്ടുള്ള കാര്യമല്ലേ, ഇത് അബിയേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പറയണ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ലാന്ന് പറയണം. അബിക്കറിയാം അനാമികയുടെ മനസ്സെന്താന്ന്. മുമ്പ് പലവട്ടം നന്ദുവിനിട്ടും അവർക്കിട്ടൊക്കെ പണി കൊടുക്കാൻ നോക്കിയതാ. പക്ഷെ അതൊന്നും എല്ലാം നടന്നില്ല, എല്ലാം ചീറ്റിപ്പോവുക ചെയ്തേ. അപ്പൊ അതിൻ്റെതായ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അനാമികയുടെ മനസ്സിലുണ്ടെന്ന് പറയാം. പിന്നീട് അബി അറിഞ്ഞ് വരട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇതങ്ങനെ ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പണി കൊടുക്കേണ്ട സമയത്ത് ഞാൻ കൃത്യമായിട്ട് പണി കൊടുക്കുമെന്നൊക്കെ പറയണം. പക്ഷെ അവനറിയത്തില്ലോ ഇനി കിട്ടാൻ പോകുന്ന അവനിട്ടുള്ള പണിയാണ്, ഇനി വരാൻ പോകുന്ന പണികളൊക്കെ അവനിട്ടുള്ളതാണ്. പിന്നീട് ആദർശ് വൈകുന്നേരം വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നയനത്ത് കാര്യങ്ങളൊക്കെ പറയണം. ഞാൻ എന്താണല്ലോ ഒരു കാര്യം തീരുമാനിച്ചു, അബിയെ വിളിച്ചോണ്ട് പോകണം. അബിയെ വിളിച്ചോണ്ട് പോയി ചോദ്യം ചെയ്യണം. അവൻ കുറ്റം സമ്മതിക്കില്ലായിരിക്കും, എന്നാലും വേണ്ടില്ല. പക്ഷെ ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ആദർശേട്ടാ. അവൻ ഇനിയും തെറ്റുകളിൽ നിന്ന് വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുള്ളൂ. അവിടെ നിന്ന് ഒരിക്കലും അവന് കയറാൻ പറ്റില്ല. ഇപ്പോൾ അവൻ ചില്ലറ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ വലിയൊരു മോഷ്ടാവായിട്ട് മാറത്തല്ലേ ഉള്ളൂ. അപ്പോൾ അവനെ നമ്മൾ വിലക്കുമല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അതിന് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റുമെന്നോ, അവനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം. തുറന്നു പറയാതെ എന്നിട്ട് കാര്യമുണ്ടോ? നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അവന്. അപ്പം അവനിട്ടൊരു പണി നമ്മളും കൊടുക്കണ്ടേന്ന് ചോദിക്കുവാണ്. അത് കേട്ടപ്പോൾ ആദർശോട് അത് ശരിയാ, പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ നിന്റെ അനുജത്തിയുടെ ജീവിതം എത്രയെന്ന് വെച്ചാൽ ആദർശമായിട്ട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത്. എൻ്റെ ചേച്ചിയുടെ അല്ല നിന്റെ ചേച്ചിയുടെ ജീവിതം എന്നാ പറഞ്ഞ കേട്ടോ, ഞാൻ അനിയത്തിന്നാ പറഞ്ഞെന്ന് തോന്നുന്നത്, അതുകൊണ്ട് മാറിപ്പോയതട്ടോ, സോറി കേട്ടോ. പിന്നെ നിന്റെ ചേച്ചിയുടെ ജീവിതം ഓർത്തിട്ട് മാത്രമാണ് ഞാനിപ്പം എന്താണ് അതിനൊന്നും മുതിരാതിരുന്നതെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു അതൊക്കെ ശരിയാ ആദർശേട്ടാ, പക്ഷെ എത്ര കണ്ട് നമുക്കതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പൊ തന്നെ ചേച്ചിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തി മാറ്റിയെടുത്തുള്ളൂ. പിന്നെ പോരാത്തന്നെ ഈ പറയുന്ന ഹബി നവ്യേച്ചയൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് പറയാനും പറ്റില്ല എന്ന് പറയണം. അത് ശരിയായിട്ടുള്ള കാര്യമാണ്, നോക്കാൻ നമുക്ക് എവിടം വരെ പോകുന്നു. ആ സമയത്ത് അബിയുടെ അടുത്ത് മനസ്സിൽ മാക്സിമം വിഷം കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു അനാമിക. പിന്നീട് അനാമിക പറഞ്ഞു ഞാനൊരു വഴി പറഞ്ഞുതരാം. ഈ കുടുംബത്തിൽ മാത്രമുള്ളവർക്കല്ലേ അറിയത്തുള്ളൂ ഈ പറയുന്ന ആദർശന്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ളത്. ചന്തുമോൾ ഇങ്ങോട്ടേക്ക് വന്ന വഴി പലർക്കും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അബിയേട്ടൻ ഒരു കാര്യം ചെയ്യുക, അബിയേട്ടനും തനിക്ക് അറിയാവുന്നവരോടൊക്കെ ഇതിനെക്കുറിച്ച് പറ. ആദർശന്റെ അഭിഹിത ബന്ധത്തിലുള്ള കുട്ടിയാണ് ചന്തുമോളെന്ന് അങ്ങനെ 10 പേരോട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആദർശന്റെ നാണക്കേടും ആൾക്കാരൊക്കെ ഒന്ന് ചോദിക്കാൻ തുടങ്ങൂലേ. അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭി പറഞ്ഞു അല്ല അതൊക്കെ നടക്കുമെന്ന് ചോദിക്കുക. പിന്നെ നടക്കാതെ ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമില്ലേ,
എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യം നടക്കും. ആദർശേട്ടനെ എത്രയും പെട്ടെന്ന് ആ കമ്പനി നമുക്ക് ഓടിക്കാന്ന് പറയണം. കാരണം ആദർശ് അവിടെ കമ്പനി ഉണ്ടെങ്കിൽ ഈ പറയുന്ന അബിയുടെ കള്ളത്തരങ്ങൾ നടക്കില്ല. അത് മാത്രമല്ല, അനാമികയുടെ മനസ്സിലും വേറെ ചില മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നടത്തണമെങ്കിൽ അബി ആ കസേര നിന്ന് എണീക്കണം. എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നറിയാം. അപ്പം അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഇങ്ങനെ പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നതന്നെ. പക്ഷെ അവരെന്തൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞാലും അവരുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു പോകും. കാരണം മറ്റൊന്നുമല്ല, നന്ദു എസ് ഐ ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇവളും അബിയൊക്കെ എന്തൊക്കെ തെറ്റിയെന്ന് പറഞ്ഞാലും അതൊക്കെ ഓൺ ദി സ്പോട്ടിൽ തന്നെ കണ്ടുപിടിക്കും. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.